ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. രാവിലത്തെ പരിപാടിക്കായിട്ട് എഴുന്നേറ്റേക്കുവാ. രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം ചെന്ന് കണ്ണാടി ചെന്ന് നോക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ മുഖം കറുത്തിരുണ്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രത്യേക ഗ്ലോയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. പിള്ളേരെ സ്കൂളിൽ ഒരുക്കി വിടുന്നിടം വരെ ഒരു സമാധാനമില്ല. ഇന്നലെ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂണിഫോം ഒന്നും തേച്ച് വെച്ചിട്ടില്ല. യൂണിഫോം തേക്കണം, ടിഫിൻ ഉണ്ടാക്കണം, ഷൂസ് പോളിഷ് ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങൾ. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ രാവിലെ എഴുന്നേൽക്കണം. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിക്കിടന്ന് ഉറങ്ങാമെന്ന്. വീണ്ടും അതേ അവസ്ഥ തന്നെ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അലാറം വെച്ച് എഴുന്നേറ്റില്ലെങ്കിൽ അടി കിട്ടി എഴുന്നേൽക്കുന്നത്. ഇപ്പം തനിയേ എഴുന്നേക്കുവാ. എന്നാ എൻ്റെ ദൈവമേ ഇനി ഒരു 8 മണി വരെ കിടന്നുറങ്ങാൻ പറ്റുന്നത്? ഇപ്പോഴെങ്ങും പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ ഈ രാവിലെ എഴുന്നേൽക്കുന്ന വലിയ മടിയാണ്. സൺഡേ എന്ന് വരുമെന്നും പറഞ്ഞ് പിള്ളേരെ പോലെ ഞാൻ കാത്തിരിപ്പാ. ഈ രാവിലെ എഴുന്നേൽക്കുന്ന പരിപാടി വലിയ ബോറാണ്. രാത്രി ഫുള്ള് മൊബൈലിൽ ഞോണ്ടി ഒരു 12 മണിയൊക്കെ ആവും കിടന്നുറങ്ങാൻ. അതുകൊണ്ടാണ് ഈ രാവിലെ എഴുന്നേൽക്കാൻ ഇത്രയും താമസം. എത്ര ഫോൺ നോക്കണ്ടെന്ന് വെച്ച് ഫോൺ ദൂരെ കൊണ്ട് വെച്ചാലും മനസ്സ് സമ്മതിക്കത്തില്ല. എഴുന്നേറ്റ് പോയി വീണ്ടും എടുത്തിട്ട് വന്ന് നോക്കിക്കൊണ്ടിരിക്കും വെറുതെ. എന്നെപ്പോലെ ഇങ്ങനെ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ദേണ്ട എൻ്റെ കണ്ണിനകത്ത് സോപ്പ് കയറി. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഞാൻ മുഖവും കഴുകുക. അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് മുഖം കഴുകുമ്പം. ഒരു കണ്ണിൽ സോപ്പ് കയറി എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ. ഇനി അടുക്കളയിലോട്ട് പോകണം. ഇന്നലെ ഞാൻ ഇഡലിക്ക് മാവ് അരച്ച് വെച്ചപ്പോണ്ട് അത് പൊങ്ങിക്കാണുമോ എന്തുവാന്നുള്ളതാ രാവിലത്തെ ഒരു ടെൻഷൻ. ഇനി ചെന്ന് നോക്കാം. ഭാഗ്യം അത് പൊങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ 2 വട്ടം വന്ന് നോക്കി ഈ മാവ് എങ്ങാനും പൊങ്ങി താഴെ വീണിട്ടുണ്ടോയെന്ന്. പൊങ്ങി താഴെ വീണാൽ ഭയങ്കര പാടാന്നേ ക്ലീൻ ചെയ്യാൻ. പിന്നെ ഞാൻ 2 പാത്രത്തിലായിട്ട് അത് പകർന്ന് വെച്ച്. അഥവാ കുറച്ച് പൊങ്ങിപ്പോയാലും കുഴപ്പമില്ലല്ലോ, നിറയാകുമ്പോഴല്ലേ താഴെ വീഴുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി. ഒരു കൈ ഫോൺ പിടിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓരോ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഞാൻ കരുതും എനിക്കിത് സബ്സ്ക്രൈബേഴ്സ് തോനെയാവും, ഒരുപാട് വ്യൂസ് വരും. ഒരു പ്രയോജനമില്ല. നോക്കി എൻ്റെ കണ്ണ് കിടക്കുന്നതല്ലാതെ 2 ആഴ്ച കൊണ്ട് എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും കൂടിയിട്ടില്ല. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരും അമ്മമാരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ടൈം എടുത്ത് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പം ഇപ്പോൾ പുതിയൊരു നിയമം വന്നു യൂട്യൂബിൻ്റെ. നേരത്തെ 4000 വാച്ച് അവർ മാത്രം മതിയായിരുന്നു യൂട്യൂബ് മോണിറ്റൈസ് ആവാൻ. ഇപ്പോൾ ദാണ്ട് 8000 ആണെന്ന് പറയുന്നു. 60 പോലും ആകാത്ത എൻ്റെ ഒരു അവസ്ഥ. എനിക്ക് ടെൻഷനൊന്നുമില്ല, എനിക്ക് 60 പോലും ആയിട്ടില്ലല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരും ആൻറ്റിമാരും ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഇഡലിയുടെ കൂടെ കോമ്പിനേഷൻ കടലക്കറിയാണ്. അത് ഞാൻ കടലയാണ് കുക്കറിനകത്തോട്ടിട്ട് സവാളയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട്. ഇവിടെ തക്കാളി അരിഞ്ഞിടുമ്പോഴേ അത് കഴിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബ് പോലെ അത് എടുത്ത് മാറ്റിക്കളയും എൻ്റെ മക്കൾ. അതുകൊണ്ട് ഞാൻ തക്കാളി അങ്ങ് അരച്ച് അതിനകത്തോട്ട് ഒഴിച്ച് കുറച്ചും കൂടെ വെള്ളം കൂടെ വെച്ച് ഗ്യാസിലോട്ട് വെച്ച്. ഒരു തലേന്ന് കുതിർത്ത് ഇട്ടേക്കുന്ന കടല ആയതുകൊണ്ട് ഒരു 3 വിസിലൊക്കെ അടിച്ചാൽ മതിയാവും. ചായ ആയിട്ടുണ്ട്. ആദ്യം ഞാൻ കരുതി മധുരം ഇല്ലാതെ ചായ കുടിക്കാമെന്ന്. പിന്നെ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ മധുരം തന്നെ ഇട്ട് ചായ എനിക്ക് ഒരു ഗ്ലാസ് ഒഴിച്ച്. ആ പിങ്ക് കപ്പ് എൻ്റെ കപ്പാണ്, അത് ആരും എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇഡലിക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയം. ഇന്നലെ കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഒഴിച്ച വെള്ളം പിന്നെ എടുക്കാനൊക്കത്തില്ലല്ലോ. പിന്നെ കോരി ഒഴിച്ച് ഞാനങ്ങ് ഉണ്ടാക്കി. ഇന്നലെ ദോശ ആയതുകൊണ്ട് ഇന്ന് ദോശ ഉണ്ടാക്കിയ പിള്ളേരെന്നെ പഞ്ഞിക്കിടും. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നേരത്തെ ഞാൻ ഇടിയപ്പത്തിൻ്റെ അരി പൊടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഇവിടെ എന്നും ഇടിയപ്പമാണെന്നും പറഞ്ഞാൽ ഭയങ്കര വഴക്കാണ്. എന്ത് പാടുപെട്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അത് വറക്കണം, ചൂടുവെള്ളം ഒഴിക്കണം, പിന്നെ കുഴയ്ക്കണം,
പിഴിയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇതെല്ലാം ചെയ്ത് മുന്നിൽ കൊണ്ടുവരുമ്പം എന്നും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുവാന്നും പറഞ്ഞ് ഇവിടെ എന്നെ ഭയങ്കര കളിയാക്കൽ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇടിയപ്പപ്പൊടി കൊണ്ടുവന്നില്ല. ഇവർ ദോശ ഇഡലിയും ചപ്പാത്തി അങ്ങനെ അങ്ങ് പോവുക. രാവിലെ തകൃതിപ്പെട്ട് ജോലി എടുക്കുന്ന സമയത്താണ് വെള്ളം വരുന്നത്. കൃത്യം 5 മണിയാകുമ്പോൾ ഇവിടെ വെള്ളം വിടും. നമുക്ക് രാവിലെ ഒരു വട്ടം വെള്ളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ വെള്ളം വരത്തുള്ളൂ. അതുകൊണ്ട് വെള്ളം നമ്മൾ കുറച്ച് ബാരലിനകത്ത് നിറച്ചിടും. പിന്നെ കൂളറിനകത്ത് നിറയ്ക്കണം. ഇതിനിടയ്ക്ക് അതിനോടിപ്പോണം. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം വന്ന് ഞാൻ ഓസ് എടുത്ത് ബാരലിനകത്തോട്ടിട്ട് കടലക്കറി കടുവ് വറുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം പോലെ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ച് കടല അരച്ചൊഴിക്കും. അപ്പോൾ കുറച്ച് കുറുകിയിരിക്കും. തീരെ വെള്ളം പോലെ ഇരിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല കറിക്ക്. കുറച്ച് കടല അരച്ചൊഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ഇഡലിക്ക് കുറച്ച് വെള്ളക്കൂടുതലായിരുന്നെന്ന്. കണ്ടോ, ചെറുതായിട്ട് പൊട്ടിപ്പോയി. ഞാൻ മാക്സിമം നോക്കിയത് പൊട്ടാതെ എടുക്കാൻ. എൻ്റെ മോന് ചെറുതായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അവൻ വേണ്ടാന്ന് പറയും. അവൻ ഇഡലി തിന്നുമ്പോൾ പൊട്ടിച്ചാണ് കഴിക്കുന്നത്. പക്ഷെ അത് എടുക്കുമ്പോൾ പൊട്ടരുത്. വെളിയിലാണെങ്കിൽ കിളികളുടെയും തത്തയുടെയും ഈ രാക്കിളിന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഭയങ്കര കൂവലാണ് വെളുപ്പാങ്കാലത്ത് കിടന്നത്. 2 പേരും പെട്ടെന്ന് റെഡിയായി. ഞാനും റെഡിയായി. ഞാൻ വെളിയിൽ നിൽക്കുക. ഇങ്ങോട്ടൊന്ന് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ 2 പേർക്ക് നാണമാണ്. സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങൾക്ക് വെള്ളം എടുക്കേണ്ടത്. കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ പൈപ്പിൽ നിന്ന് എടുക്കത്തില്ല. അത് വേറെ എടുക്കുന്നത്. അത് പ്യൂരിഫയർ ചെയ്ത വെള്ളം നമുക്ക് വെളിയിൽ പോയി എടുക്കണം. അതിൻ്റെ കുപ്പി അതാണ് എൻ്റെ മോൻ എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് താഴോട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണ്. പക്ഷേ വെള്ളം നിറച്ച് മേളോട്ട് കൊണ്ടുവരാനാണ് പാട്. താഴോട്ട് ഞങ്ങൾ പെട്ടെന്ന് വന്നെങ്കിലും പെട്ടെന്ന് ഇവിടെ സ്ട്രക്കായി. കാരണം കുറച്ച് പട്ടിയുടെ കൂട്ടം കിടക്കുന്നത് കണ്ടപ്പം എനിക്ക് വലിയ പേടിയാണ് പട്ടിയെ. ദേണ്ട പോകുന്ന ഒരെണ്ണം. ഇതുകൂടെ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് വണ്ടി എടുക്കാൻ. ഇവിടുന്ന് 1 കിലോമീറ്റർ പോകണം അവരുടെ സ്കൂൾ ബസ് വരാൻ. സ്കൂൾ ബസ് വന്ന് അവർ കയറിപ്പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.